ഹാ, എന്താ സ്മെല്ല്? നല്ല അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. ഗീതേ, ആ കറങ്ങാൻ പോയി ഇത്ര പെട്ടെന്ന് വന്നോ? കുണിക്ക് ഇനി വെറുതെ അനാവശ്യമായിട്ട് നീ വാശി പിടിച്ച് കരഞ്ഞേ കരുതട്ടെ. എപ്പോഴും അവളുടെ ഒരു കറങ്ങാൻ പോക്ക്. ദേടി നല്ല നാടൻ കോഴിയാ, നമ്മുടെ രാമുന്റെ കടയിൽ നിന്നാ. ഞങ്ങള് പോണ വഴി കണ്ടപ്പോ വാങ്ങിയതാ. നല്ലൊരു നാടൻ കോഴി കഴിച്ചിട്ട് കുറെ നാളായി. എന്തായാലും ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്ക്, നാളെ നമുക്ക് ഉണ്ടാക്കാം. നാളെയോ? അതൊന്നും വേണ്ട, ഇപ്പൊ തന്നെ ഉണ്ടാക്കണം. നല്ല ഫ്രഷ് കോഴിയാ, വെറുതെ ഫ്രിഡ്ജിൽ വെച്ച് നശിപ്പിക്കാൻ വയ്യ. ഇന്നത്തെ എന്റെ എല്ലാ ജോലിയും കഴിഞ്ഞു. ഇതേ നോക്കിയാൽ നല്ല ഒന്നാന്തരം വറുത്തരച്ച പാവക്കറിയായിട്ട് റെഡിയാക്കിയേക്കണേ. പിന്നെ മീൻ വറുത്തമുണ്ട്, ചിക്കനും എല്ലാ കറിയും കൂടി ഇന്നൊരു ദിവസം എന്തിനാ, നാളെ ഉണ്ടാക്കിക്കോളാം. അതങ്ങോട്ട് ഫ്രിഡ്ജിലേക്ക് വെക്ക്. നിനക്ക് മടിയാണെങ്കിൽ അത് പറഞ്ഞാൽ മതി. നല്ല ഒന്നാന്തരം കോഴി കിട്ടിയപ്പോ ഞാൻ വാങ്ങിച്ചു, പിന്നെ ഞാനത് ഫ്രിഡ്ജിൽ വെക്കണോ? മടിയോ? ആർക്ക്? പിന്നെ ഇവിടുത്തെ ജോലിയെല്ലാം ചെയ്ത് തീർക്കുന്നത് നിങ്ങളാണോ? രാവിലെ എണീറ്റ് എന്തൊക്കെ ജോലിയാണ് ഞാൻ വീട്ടിൽ ചെയ്യണമെന്നറിയോ? ഈ 4 പിള്ളേരെ നോക്കണം, അടുക്കള പണി ചെയ്യണം, പുറം പണി ചെയ്യണം, എല്ലാം ചെയ്യണം. എന്നിട്ട് എനിക്ക് മടിയാണ് പോലും. അമ്മേ, എത്ര നേരം ഞാനിവിടെ കിടന്ന് വിളിക്കുന്നു, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാൻ പറഞ്ഞിട്ട്. നിനക്ക് എന്താ കയ്യിലേടി ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ? മിണ്ടാതിരുന്നോളണം, അല്ലെങ്കിൽ കറി എടുത്ത് ഒഴിക്കും ഞാൻ. ഈ അമ്മക്ക് എന്ത് പറ്റി? കുടിക്കുമോളെ. കൊച്ചിന്റെ മുമ്പിൽ വെച്ച് വഴക്കിട്ടിട്ട് പിന്നെ കുണിക്കുമോളെ വിളിച്ചിട്ട് എന്താ കാര്യം? ഈ ചിക്കൻ ഞാൻ മേടിച്ചോണ്ട് വന്നതാണ് എന്റെ തെറ്റ്. ഞാൻ ഇതങ്ങോട്ട് കളഞ്ഞേക്കാം, പോരെ? കളഞ്ഞാലും എന്നെ സഹായിക്കാന്ന് പറയരുത് കേട്ടോ. ആ, ഇതെന്താ ചിക്കനോ? അമ്മേ, ഇത് പൊരിച്ചാ മതി കേട്ടോ. ഞാൻ പോയി ഒരു പുതിയ സീരീസ് കണ്ടിട്ട് വരാം. നിക്കടി അവിടെ. നീ സിനിമ കണ്ടിട്ട് ഒരു ഇവിടെ റെഡിയാക്കി വെക്കാനേ. ഞാൻ നിന്റെ വേലക്കാരിയൊന്നും അല്ല, ഞാൻ നിന്റെ അമ്മയാണ്. ഓർമ്മ വേണം നിനക്ക്. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, അമ്മയല്ലേ ഇവിടെ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാ പറഞ്ഞേ. അത് തന്നെയാ പറഞ്ഞേ, അമ്മക്ക് മാത്രം ഇവിടെ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു നിയമവും ഇല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാം കേട്ടോ. അയ്യോ, അമ്മ നല്ല ദേഷ്യത്തിലാന്ന് തോന്നുന്നു. അമ്മ പ്ലീസ്, അമ്മ ഇങ്ങനെ വഴക്കിടല്ലേ. അമ്മ വഴക്കിട്ട ഇവിടെ ഒരു രസം ഉണ്ടാവൂല. ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം അമ്മേനെ, പോരെ? ഈ ഒരു കറി വെക്കുന്നതാ പ്രശ്നമെങ്കിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാമേ. അമ്മ ഇങ്ങനെ ഒച്ചെടുക്കാതിരിക്കേ. ഇനി എന്താ നിന്റെ പ്രശ്നം? കുട്ടികളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞില്ലേ? എന്നും ഇതുണ്ടായാ മതി. എങ്കിൽ ആ ചിക്കൻ അവിടെ വെക്ക്, ഞാൻ ഇപ്പൊ തന്നെ കറി വെച്ച് തരാം. ഓ, കയ്യിലെ കാശ് കൊടുത്ത് കടിക്കണ പട്ടീനെ മേടിച്ച പോലെ. അമ്മ വേഗം എല്ലാം അരിഞ്ഞു വെക്ക്, ഞങ്ങൾ വേഗം ചിക്കൻ കറി ഉണ്ടാക്കാം. അയ്യടാ, ചിക്കൻ കറി ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാര് ഞാൻ ഉണ്ടാക്കിക്കോളാം. അരിയണം പിടിക്കലും മാത്രം നിങ്ങൾ ചെയ്തു തന്നാ മതി, കേട്ടല്ലോ. അധിക സമയമില്ല, വേഗം തുടങ്ങാതെ. ഒരാൾ ഈ സവാള അങ്ങോട്ട് അരിഞ്ഞു വെക്കുക, അടുത്ത ആൾ ഇഞ്ചി അരി. ഞാൻ ഈ കോഴീനെ നല്ലപോലെ കഴുകി വെട്ടി കൊണ്ടുവരാം. ചേച്ചി, അയ്യോ എന്റെ ചെവി, ഞാൻ അമേരിക്കയിലൊന്നും അല്ലല്ലോ, നിനക്ക് പതിയെ വിളിച്ചാ പോരെ? ചേച്ചി ഇത് പണിയായി കാണിക്കുന്നത്. ചേച്ചി സവാള അരിഞ്ഞാൽ മതി, ഞാനേ ആ ഇഞ്ചി അരിഞ്ഞോളാം. അയ്യടി മോളെ, അങ്ങനെ ഇപ്പൊ വേണ്ട, ഞാൻ ഇഞ്ചി ശരിയാക്കിക്കോളാം. നീ സവാള അരിഞ്ഞാൽ മതി. സവാള അരിഞ്ഞ എന്റെ കണ്ണിന്ന് വെള്ളം വരും. ആഹാ, സവാള അരിഞ്ഞാൽ നിന്റെ കണ്ണിന്ന് വെള്ളം വരുമോ? പിന്നെ എന്റെ കണ്ണിന്ന് തേനായിരിക്കോ വന്നത്? മര്യാദ കരിഞ്ഞോ? ചേച്ചിക്ക് എന്താ സവാള അരിഞ്ഞാ? ചേച്ചി ഞാനല്ലേ ചെറുത്. അയ്യോ, ഒരു ചെറുത്. ബാക്കി കാര്യത്തിനൊന്നും നീ സമ്മതിച്ചെറിയാലോ. എല്ലാ കാര്യം നിനക്ക് എന്റെ ഒപ്പം വേണം. നീ വലുതാണെന്ന് പറഞ്ഞേ. ഇപ്പൊ നീ എങ്ങനെ ചെറുതായത്? കുണിക്കിന് ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോ? അവിടെ പോയിരുന്ന TV കണ്ടൂടെ? നീ ഇതുപോലെ വേണ്ട കേട്ടോ. നീ വെറുതെ കൊച്ചിനെ വഴക്ക് പറയണ്ട. മര്യാദക്ക് സവാള അരിയാൻ നോക്ക്. നിന്നെ ഇന്ന് ഞാൻ നീ ഇവിടെ കൊച്ചിനെ വഴക്ക് പറഞ്ഞിരുന്നു. അമ്മ വരണേ മുമ്പേ ഞാൻ വേഗം എന്റെ ഇഞ്ചി അരിഞ്ഞു നോക്കട്ടെ. ഇങ്ങോട്ട് താ, ഇഞ്ചി ഇങ്ങോട്ട് തന്നേ. ഇടി വീടടി, ഇടി. നീ ഇത് മോളെ പാത്രത്തിൽ നിന്ന് ഇടടി. നിലത്ത് വീണാൻ മേടേന്ന് കിട്ടോട്ടോ. വിട്ടടി, നീ സവാള അരിയടി. വീടടി, വീടടി. നീതോ നിത്യേ? അമ്മ, ഈ ചേച്ചി എന്നോട് സവാള അരിയാൻ പറയുന്നു. സവാള അരിഞ്ഞ എന്റെ കണ്ണിന്ന് വെള്ളം വരൂലേമേ. ഞാൻ പറഞ്ഞൊന്നുമില്ലമ്മേ, ഞാൻ ഇഞ്ചി എടുത്തു. അപ്പൊ ഞാൻ എടുത്ത ഇഞ്ചി ഇവക്ക് തന്നെ വേണം. ഇവക്ക് സവാള അരിഞ്ഞാൽ എന്താ? നിർത്തിക്കരണ്ട്, തല്ല് പിടിക്കാനല്ല. നിന്നെയൊക്കെ കൊണ്ട് എന്തെങ്കിലും കൊള്ളാവോ? ഞാനിത് അരമണിക്കൂറായി ഇത് കഴുകാൻ പോയിട്ട്. വരുമ്പോഴേക്കും ഇതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം ഉണ്ടാക്കാൻ തുടങ്ങാലോ എന്ന് വിചാരിച്ചപ്പോഴേക്കും അത് തൊട്ടിട്ട് പോലുമില്ല. ഇഞ്ചിക്ക് വേണ്ടി തല്ല് പിടിക്കുന്നു. അമ്മ, ഞാനല്ലേ ചെറുത്, അപ്പൊ ഞാനല്ലേ ഇഞ്ചി അരിയണ്ടേ? അടിയാൻ വെച്ചെന്നാലുണ്ടല്ലോ, ചെറുതും വലുതും ഇഞ്ചി സവാള അരിക്കാൻ എന്തിനടി പ്രായത്തിന്റെ കണക്ക്? അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാമേ. നിർത്തടി, നിർത്തടി. അമ്മ, എനിക്ക് വേദനിക്കുന്നു. അയ്യോ അമ്മ, എനിക്ക് വേദനിക്കുന്നു. വീട് ഇനി പറ, എന്താ നിന്റെയൊക്കെ പ്രശ്നം? അയ്യോ, ഒരു പ്രശ്നമില്ല, ഞങ്ങൾ അരിഞ്ഞോണ്ട് വന്നേക്കാവേ. വേഗം വേണം. ഇനി അവിടെ എങ്ങാനും പ്രശ്നം ഉണ്ടാക്കി ഇതിന്റെ ബാക്കി അവിടെ ഇരിക്കും ഞാൻ തരുന്നേ. ആകെ ഇത് എന്തായി കോഴിക്കറി? അല്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. എടി തേങ്ങ കൊത്തിട്ട് ഒലത്തണേ. തേങ്ങയോ? എന്ത് വേണമെങ്കിലും ഇടാ, അവിടെ നിക്ക്. ഇന്ന ഈ തേങ്ങ പൊതിച്ച് തേങ്ങ കൊത്ത് ആക്കി കൊണ്ടുപോവാ, എന്നാ ഇടാ. അല്ല, തേങ്ങ കൊത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നീ തേങ്ങ ഇടാതെ ഉണ്ടാക്കിക്കോ. അല്ലെങ്കിൽ വേണ്ട, ഞാനിത് റെഡിയാക്കി കൊണ്ടുവരാം. എന്റെ പൊന്നേ, ക്ഷമിക്കുമ്പോ എന്റെ തലയിൽ കയറുന്നു. എല്ലാ വീട്ടിലുള്ളതാ. അമ്മമാര് വേലക്കാരിയാന്നാ മക്കളുടെയും ഭർത്താവിന്റെ ഒക്കെ വിചാരം. അതിന് മാറ്റി കൊടുക്കണമല്ലോ. സ്നേഹം കൊണ്ട് ഓരോന്ന് ചെയ്യുമ്പോഴേ തലയിൽ കയറുക. വേലക്കാരിയൊക്കെ വെച്ചിരിക്കുന്നു അമ്മേനെ. ആഹാ, രണ്ടുപേരും അരിഞ്ഞല്ലോ. ഇന്നമ്മേ വാങ്ങി പിടിക്കമ്മേ. നീ ഇതുമോളെ ഈ 2 സവാള അരിഞ്ഞപ്പോഴേ ഇത്രയും കണ്ണീരോ? നീയല്ലേ സവാള കൂടുതലിട്ട് കറി ഉണ്ടാക്കണമെന്ന് പറയണ ആള്. ഇത്രയും ഞാൻ വിചാരിച്ചില്ല എന്റെ പൊന്നി, എന്റെ കണ്ണ്. ശരി ശരി, പോയി കണ്ണൊക്കെ കഴുകിയിട്ട് വാ. ഇന്നാ ഇഞ്ചി, ഇനി വേറെ എന്തെങ്കിലും ജോലിയുണ്ടോ? അത് പിന്നെ. അയ്യോ, ഇനിയൊന്നും വേണ്ട, ഇതേ ഇന്നാ ഞാൻ പോവാ. നല്ല സഹായം. 2 പ്ലേറ്റും ഇത് അരിഞ്ഞപ്പോഴേക്കും അവളുമാരുടെ സഹായം കഴിഞ്ഞു. ഓ എന്റെ ദൈവം, ഇത്രയെങ്കിലും ചെയ്തു തന്നത് ഭാഗ്യം. വേഗം ആ കറി അങ്ങോട്ട് ഉണ്ടാക്കട്ടെ. ഓ, അങ്ങനെ ചിക്കൻ കറി റെഡിയായി. നല്ല ടേസ്റ്റ്. കുറച്ചും കൂടി ഉപ്പിട്ടേക്കാം. അമ്മ, ചിക്കൻ റെഡിയായോ? അങ്ങനെ ചിക്കൻ കറി റെഡിയായി. അതെ, ടേസ്റ്റ് നല്ലോണം കൂടാൻ വേണ്ടി അമ്മ ഇട്ടതാ. അമ്മ ചോറ്
ആ എടുക്കട്ടെ. കുണിക്കുമോളെ അമ്മയുടെ കൂടെ വാ, നമുക്ക് ചോറിന് ഞാൻ എല്ലാവർക്കും പ്ലേറ്റ് ഒക്കെ എടുത്തു വെക്കാം. വാ. അയ്യോ ദൈവമേ, അയ്യോ എന്താ അമ്മേ? നാടൻ കോഴിക്കറി റെഡിയായോ? നാടൻ കോഴിക്കറി അല്ലതേ, ഉപ്പ് കോഴിക്കറി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മോള്.